നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനും എന്റെ മോളും ജീവിതകാലം മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കും സുശീലേ. എങ്കിൽ നമുക്കത് ഗൗരവമായിട്ട് തന്നെ ആലോചിക്കാം സുധ. ഞാൻ ആദ്യം ഇന്ദ്രനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ചായ കുടിക്കേ. ഞാനിപ്പോ വരാം. വന്നിട്ടുണ്ട്. ഓഫീസ് വീണ്ടും തുറക്കണം. വേണ്ടച്ചാ, നമുക്കിവിടെ ഒന്ന് സംസാരിച്ച പോരെ? എന്താ സാർ, ഞങ്ങളെന്നാ പോട്ടെ. നിങ്ങൾ പോയിക്കോ. ഓ സാർ. നിങ്ങൾ പോകുമ്പോൾ അവിടുത്തെ ആ ഡോറ് കൃത്യമായിട്ട് അടച്ചേക്കണം, മറക്കരുത്. നീ വരാൻ താമസിച്ചപ്പോ ഞങ്ങൾ ഓഫീസ് അടച്ചിറങ്ങി. എന്തിനാ? നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു സാർ. ഇങ്ങോട്ടേക്കുള്ള വഴിയും തീരെ മോശമായിരുന്നു. സാറിൻ്റെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് സംസാരിക്കാമല്ലോ? സംസാരിക്കാം. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൊത്തത്തിൽ പ്രശ്നമാണ് ഇന്ദ്ര. ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയത് നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആദ്യം ഫിക്സ് ചെയ്ത ഡേറ്റിൽ നടന്നില്ലെന്ന് അറിഞ്ഞു. ആരെയും ക്ഷണിച്ചു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കല്യാണം മുടങ്ങിയെന്ന രീതിയിൽ ആരും പറയുന്നത് കേട്ടില്ല. ക്ഷണിക്കുന്നതിന് മുമ്പ് മുടങ്ങിയതുകൊണ്ട് അധികം മാനക്കേടുണ്ടായില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് മുടങ്ങിയത് തന്നെ എന്തിനാ? ഈ കല്യാണം മുടക്കിയത് ആരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ദിര, നമ്മൾ തമ്മിൽ ഇനി വളച്ചുകെട്ടലിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയത് നിന്റെ അമ്മയാ. ഒരു വലിയ ചതിയേന്ദ്ര സുശീല ഞങ്ങളോട് കാണിച്ചത്. ആദ്യം അവര് സത്യന്റെ പേരിൽ മുടക്കാൻ ശ്രമിച്ചു. പിന്നെ ഗോകുലും മഞ്ചാടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം ആ ചെറുപ്പക്കാരനോട് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് അവനെ കൺഫ്യൂഷനാക്കി. ഒടുവിൽ ഗോകുലും മഞ്ചാടിയെ വേണ്ടെന്ന് വെച്ച് രാഹുലിന്റെ അടുത്ത് പോയി ഇന്ദുവിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവന്റെ ഉത്തരം എന്തായിരുന്നു അറിയോ? അറിയണോ നിനക്ക്? നിങ്ങളവിടെ ഒരുത്തനെ താമസിപ്പിച്ചിരുന്നല്ലേ സത്യൻ? അവനും ഇന്ദുവും തമ്മിലുള്ള അടുപ്പം തന്നെയാ റീസൺ. നീ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ, സത്യനും ഇന്ദുവും തമ്മിൽ അരുതാത്ത എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനുള്ള തെളിവുണ്ടോ നിന്റെ കയ്യില്? ഉണ്ടോ? ഉണ്ട്. അവന്റെ അമ്മ തന്നെയാ ഏറ്റവും വലിയ എവിഡൻസ്. ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാരും കൂടി അവളെ സത്യന് നല്ല കെട്ടിവെക്കുന്ന അവരെന്നോട് പറഞ്ഞത്. ഒരു ബന്ധവുമില്ലാതെ
സ്വന്തം മകനെ കുറിച്ച് ഒരമ്മ ഇങ്ങനെ പറയില്ല. സാർ, എൻ്റെ അമ്മ ഇത്രയും വലിയ ദ്രോഹം നിങ്ങളോട് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്തിനാണ് അമ്മ ഇത്രയും വലിയൊരു പാപം ചെയ്തതെന്നും എനിക്കറിയില്ല. അമ്മ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ട് എന്താ ഇന്ദ്ര കാര്യം? ഞങ്ങൾക്കുണ്ടായ മാനക്കേട് അതുകൊണ്ട് പരിഹരിക്കപ്പെടുമോ? എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാർ? അമ്മയ്ക്ക് വേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാ. ഇന്ദുവിനെ കല്യാണം ആലോചിച്ച് ചെറുക്കൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ അവരുണ്ടാക്കിയ അപവാദ കഥകളാണെന്ന് ഞാൻ പറയാം. വേണമെങ്കിൽ അമ്മയെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി കള്ളക്കഥ പറഞ്ഞതിന് ക്ഷമ ചോദിപ്പിക്കാം. നമുക്ക് ആ പയ്യൻ്റെ തെറ്റിദ്ധാരണകൾ നീക്കി അവൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം നടത്താം സാർ. ഇല്ല ഇന്ദ്ര, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. പെങ്ങളെ മോശക്കാരിയാക്കി പറഞ്ഞപ്പോ ഗോകുൽ അവന്റെ മേൽ കൈവച്ചു. പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ അവനെ കൊന്നിട്ടേ ഞാൻ വരുമായിരുന്നുള്ളൂ. അവനെ മാത്രമല്ല, അവനെ തെറ്റിദ്ധരിപ്പിച്ച നിന്റെ അമ്മയും വിടില്ലായിരുന്നു. ഇന്ദ്ര, ഞങ്ങളിപ്പോൾ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് അങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇന്ദുവിൻ്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവളുടെ കല്യാണം പെട്ടെന്ന് ഫിക്സ് ചെയ്തേ. ഇനി 1 മാസം കൂടിയുള്ളൂ. അതിനുള്ളിൽ അവളുടെ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ മോൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മംഗല്യഭാഗ്യം ഉണ്ടാവില്ലെന്നാണ് ജാതകത്തിൽ പറയുന്നേ. എന്നുവെച്ചാ നിന്റെ അമ്മ കാരണം എന്റെ പെങ്ങളുടെ ഭാവി തന്നെ ഇരുളടയാൻ പോവാന്നർത്ഥം. ഇല്ല ഗൂഗിൾ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇന്ദുവിൻ്റെ കല്യാണം അതിനു മുമ്പ് നമ്മൾ നടത്തും. രാഹുൽ അല്ലെങ്കിൽ അവനേക്കാൾ നല്ലൊരു പയ്യനെ നമ്മൾ ഇന്ദുവിന് വേണ്ടി കണ്ടെത്തും. സാറിൻ്റെ മോക്കൊരു നല്ല പയ്യനെ കിട്ടാനാണോ ബുദ്ധിമുട്ട്? ഞാൻ കണ്ടെത്തി തരും. അവളെനിക്ക് എൻ്റെ സ്വന്തം അനിയത്തെ പോലെ അല്ലേ സർ? ഇന്ദുവിന് നല്ലൊരു വരനെ ഈ ഇന്ദ്രൻ കണ്ടെത്തും. സാർ എന്നെ ഒന്ന് വിശ്വസിക്കും. നിന്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവും. പക്ഷേ നീ കരുതും പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ ഒരു വാക്ക് മതി. ആ വാക്കിൽ നിന്നുണ്ടാകുന്ന അപവാദം ഏറ്റുപറയാൻ 1000 നാവുകളും ഉണ്ടാവും. എന്നാ ഒരു പെണ്ണിനെ കുറിച്ച് നല്ലത് പറഞ്ഞ് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അധികം നാവുകളൊന്നും ചലിക്കില്ല. അതെ ഇന്ദ്ര, ഞങ്ങൾ കുറെ ദിവസങ്ങളായി ഇന്ദുവിന്റെ കല്യാണം നടത്താൻ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ അങ്ങോട്ട് ചെന്ന് ആലോചിക്കുമ്പോ എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളാ. നിശ്ചയിച്ച കല്യാണം എങ്ങനെ മുടങ്ങിയെന്നാൽ ലോകത്തുള്ള എല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ അങ്ങോട്ട് പറയാതിരിക്കുമ്പോ അവരവർക്ക് തോന്നുന്ന കഥകൾ അവരിങ്ങോട്ട് പറഞ്ഞു തരിക. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ആ കാര്യം അച്ഛൻ പറയും. ഇന്ദ്ര, സത്യനും ഇന്ദുവും തമ്മിൽ എന്തോ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന അപവാദം.